ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ദിസ് ഹിന്ദി ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹോളി എന്താണെന്ന്, എങ്ങനെയാണത് ആഘോഷിക്കുന്നതെന്ന് നമുക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പഠിക്കാം. ഓക്കെ. Holi is a famous festival of India. Holi is a famous festival of India. ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ഉത്സവമാണ് ഹോളി. ഓക്കെ. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെയധികം ആഘോഷിക്കുന്ന ഒരു പ്രശസ്തമായ ഉത്സവമാണ് ഹോളി. ഹോളി भारत का एक प्रसिद्ध त्योहार है. ഹോളി ഭാരത് കാ, ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ, ഏക് ഒരു, പ്രസിദ്ധ് പ്രശസ്തമായ, ത്യോഹാർ ഹേ, ത്യോഹാർ എന്ന് പറഞ്ഞാൽ ഉത്സവം, ആഘോഷം. ഓക്കെ. അപ്പോൾ ഹോളി ഭാരത് കാ ഏക് പ്രസിദ്ധ ത്യോഹാർ ഹേ. It is also known as the festival of colors. It is also known as the festival of colors. ഇത് നിറങ്ങളുടെ ഉത്സവമെന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് നിറങ്ങളുടെ ഉത്സവമെന്നും അറിയപ്പെടുന്നു. ഇസേ, ഇത്, രംഗോം കെ, നിറങ്ങളുടെ, ത്യോഹാർ കെ രൂപമേയും, നിറങ്ങളുടെ ഉത്സവം, രൂപമേം ബി ജാനാ ജാത്താ ഹേ, നിറങ്ങളുടെ ഉത്സവം എന്ന പേരിലും ജാനാ ജാത്താ ഹേ, അറിയപ്പെടുന്നു. അപ്പം ഇസേ, ഇതിനെ, രംഗോം കെ ത്യോഹാർ കെ രൂപമേയും, കളറുകളുടെ അല്ലെങ്കിൽ നിറങ്ങളുടെ ഉത്സവം എന്ന പേരിലും, ബി എന്ന് പറഞ്ഞാൽ കൂടി, അതും ഇതും എന്നുള്ള അർത്ഥത്തിലാണ് ബി ഉപയോഗിക്കുന്നത്, ജാനാ ജാത്താ ഹേ, അറിയപ്പെടുന്നു. It is celebrated in the month of March. It is celebrated in the month of March. മാർച്ച് മാസത്തിലാണ് ഹോളി ആഘോഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. മാർച്ച് മാസത്തിൽ. യഹ് മാർച്ച് കെ മഹീനെ മേ മനായാ ജാത്താ ഹേ. യഹ് ഇത്, മാർച്ച് കെ മഹീനെ മേ, മഹീന എന്ന് പറഞ്ഞ മാസം, മാർച്ച് മാസത്തിൽ, മനായാ ജാത്താ ഹേ, മനായ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കപ്പെടുന്നത്, മനായ ജാത്താ ഹേ, ആഘോഷിക്കുന്നു. യഹ് മാർച്ച് കെ മഹീനെ മേ മനായ ജാത്താ ഹേ. ദിസ് ഫെസ്റ്റിവൽ ബിഗിൻസ് വിത്ത് ഹോളിക ദഹൻ, ദ നൈറ്റ് ബിഫോർ ഹോളി. ഈ ഹോളിയുടെ തലേ രാത്രിയിൽ, ഹോളി ഇന്നാണെങ്കിൽ ആ രാത്രിയിൽ ഹോളിക ദഹനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിനോട് കൂടിയാണ് ഈ ഉത്സവം ആരംഭിക്കുന്നത്. അപ്പോൾ ദിസ് ഫെസ്റ്റിവൽ ബിഗിൻസ് വിത്ത് ഹോളിക ദഹൻ ദ നൈറ്റ് ബിഫോർ ഹോളി. ഹോളിയുടെ തലേ രാത്രിയിലെ ഹോളിക ദഹനത്തോടു കൂടിയാണ് ഈ ഉത്സവം ആരംഭിക്കുന്നത്. ത്യോഹാർ, ഈ ഉത്സവം, ഹോളി സെ ഏക് രാത്ത് പഹലെ, ഹോളി സെ, ഹോളിയുടെ, ഏക് രാത്ത് പഹലെ, ഒരു ദിവസം, ഒരു രാത്രി മുൻപ്, ഹോളിക ദഹൻ കെ സാത്ത്, ഹോളിക ദഹനത്തിൻ്റെ കൂടെ, ശുരു ഹോത്താ ഹെ, ആരംഭിക്കുന്നു. ഓൺ ദിസ് ഡേ ലോർഡ് വിഷ്ണു സേവ്ഡ് ഹിസ് ഗ്രേറ്റ് ഡിവോട്ടി പ്രഹ്ലാദ് ഫ്രം ഹോളിക ആൻഡ് ഹിരണ്യ കശ്യപ്. ഓൺ ദിസ് ഡേ, ഈ ദിവസം, ലോർഡ് വിഷ്ണു, വിഷ്ണു ഭഗവാൻ, സേവ്ഡ്, രക്ഷിച്ചു, ആരെ, ഹിസ് ഗ്രേറ്റ് ഡിവോട്ടി, അദ്ദേഹത്തിൻ്റെ മഹാഭക്തനായ പ്രഹ്ലാദനെ, ഹോളികയിൽ നിന്നും ഹിരണ്യ കശ്യപിൽ നിന്നും ഭഗവാൻ വിഷ്ണു രക്ഷിച്ചു എന്നാണ് ഈ ഹോളിയുടെ ഒരു പിന്നാമ്പുറ കഥ, ഹോളിയുടെ കഥ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹോളി അറിയപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ്? ഓൺ ദിസ് ഡേ ലോർഡ് വിഷ്ണു സേവ്ഡ് ഹിസ് ഗ്രേറ്റ് ഡിവോട്ടി പ്രഹ്ലാദ് ഫ്രം ഹോളിക ആൻഡ് ഹിരണ്യ കശ്യപ്. ഹോളികയിൽ നിന്നും ഹിരണ്യ കശ്യപിൽ നിന്നും തൻ്റെ മഹാഭക്തനായ
പ്രഹ്ലാദനെ ഭഗവാൻ വിഷ്ണു രക്ഷിച്ചു എന്നാണ് ഇതിൻ്റെ പിന്നാമ്പുറ കഥ. ഓക്കെ. അപ്പം ഇസ് ദിൻ, ഈ ദിവസം ഭഗവാൻ വിഷ്ണുവിനെ, ഭഗവാൻ വിഷ്ണു ഭഗവാൻ അപ്പനെ മഹാൻ ഭക്ത്, തൻ്റെ മഹാഭക്തനായ പ്രഹ്ലാദിനെ ഹോളികയിൽ നിന്നും അവർ ഹിരണ്യകശ്യപിൽ നിന്നും ബച്ചായാത, രക്ഷിച്ചു. People light a bonfire to burn away evil and pray for happiness. People light a bonfire. ജനങ്ങൾ ഒരു ലൈറ്റ്, അവിടെ തീകുണ്ടം അല്ലെങ്കിൽ ലൈറ്റ് കത്തിക്കുന്നുണ്ട്. ടു ബേൺ അവേ ഈവിളിനെ ചുരത്താൻ അല്ലെങ്കിൽ തിന്മയെ അകറ്റാൻ, പിന്നെ അതുപോലെ തന്നെ സന്തോഷം കൊണ്ടുവരാനുള്ള പ്രാർത്ഥന, ഇതൊക്കെയാണ് അന്ന് അവിടെ നടത്തുന്നത്. അപ്പം പീപ്പിൾ ലൈറ്റ് എ ബോൺഫയർ ടു ബേൺ അവേ ഈവിൾ ആൻഡ് പ്രേ ഫോർ ഹാപ്പിനെസ്. തിന്മയെ ദഹിപ്പിക്കാനും സന്തോഷം കൊണ്ടുവരാനും വേണ്ടി ആളുകൾ തീ കത്തിക്കുകയും സന്തോഷത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലോഗ്, ജനങ്ങൾ, ബുരായി കോ ദൂർ കർനെ കെ ലിയെ, തിന്മയെ അകറ്റുന്നതിന് വേണ്ടി അലാവ് ജലാത്തെ ഹേ, അവർ തീകുണ്ടം കത്തിക്കുന്നു. അവർ ഖുശ്ഹാലിക്ക് പ്രാർത്ഥന കർത്തേ, ഖുശ്ഹാലി നന്മയ്ക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദ നെക്സ്റ്റ് ഡേ ഈസ് കോൾഡ് രംഗ്വാലി, ദുലന്തി എക്സെട്ര. അപ്പം ഹോളിയുടെ തലേ ദിവസമാണ് ഈ തീകുണ്ടം കത്തിക്കുന്നതൊക്കെ. നെക്സ്റ്റ് ഡേ ഈസ് കോൾഡ് രംഗ്വാലി ആൻഡ് ദുലന്തി എക്സെട്ര. അടുത്ത ദിവസമാണ് രംഗ്വാലി, ദുലന്തി എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഹോളിയുടെ യഥാർത്ഥ ദിവസം. അകലെ ദിൻ കോ രംഗ്വാലി ദുലന്തി ആദി കഹാ ജാത്ത ഹേ. പിറ്റേ ദിവസം രംഗ്വാലി, ദുലന്തി എന്നൊക്കെ അറിയപ്പെടുന്നു. ഓൺ ദിസ് ഡേ പീപ്പിൾ പ്ലേസ് വിത്ത് കളേഴ്സ്. ഓൺ ദിസ് ഡേ പീപ്പിൾ പ്ലേസ് വിത്ത് കളേഴ്സ്. ഈ ദിവസം ആളുകൾ നിറങ്ങളുമായി കളിക്കുന്നു. നിറങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞൊക്കെ കളിക്കും. ഇസ് ദിൻ ലോഗ് രംഗോം സെ ഖേൽത്തെ ഹേ. ഇസ് ദിൻ, ഈ ദിവസം ലോഗ്, ജനങ്ങൾ, രംഗോം സെ, കളറ് കൊണ്ട്, ഖേൽത്തെ ഹേ, കളിക്കുന്നു. ദേ ഓൾസോ വിസിറ്റ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അവർ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കാനും ഈ ദിവസം ഉപയോഗിക്കുന്നു. അവർ ദോസ്തോം അവർ റിശ്തേദാരോം സെ, കൂട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും. റിശ്തേദാരോം എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ. ദോസ്തോം അവർ റിശ്തേദാരോം സെ ബി മിൽനെ ജാത്തെ ഹെ. അവരെ എല്ലാവരെയും സന്ദർശിക്കാനും അവർ പോകുന്നു. ആൻഡ് എക്സ്ചേഞ്ച് സ്വീറ്റ്സ് ലൈക്ക് ഗുജിയ, മാൽപ്പുവ എക്സെട്ര. അത് അവർ പോകുമ്പോൾ ഗുജിയ, മാൽപ്പുവ അങ്ങനെയുള്ള സ്വീറ്റ്സ്, അത് നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രധാനമായും കിട്ടുന്ന സ്വീറ്റ്സാണ്, അവയും കൊണ്ടുപോകുന്നു. और ഗുജിയ, മാൽപ്പുവ ആദി മിഠായിയോം കാ ആദാൻ പ്രദാൻ കർത്തേ ഹേ. അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും വാങ്ങും, അതാണ് ആദാൻ പ്രദാൻ. അപ്പം ഗുജിയ, മാൽപ്പുവ ആദി മിഠായി, ആദി മുതലായ മിഠായിയോം, ആദി എന്ന് പറഞ്ഞാൽ മുതലായ, മിഠായിയോം മിഠായിയോം ആദാൻ പ്രദാൻ കർത്തേ ഹേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു, കൈമാറുന്നു. ഹോളി ടീച്ചസ് അസ് ദ ലെസൺ ഓഫ് ലവ്, യൂണിറ്റി ആൻഡ് ഫോർഗീവ്നെസ്. ഹോളി നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ലവ്, സ്നേഹം, യൂണിറ്റി, ഐക്യം, ആൻഡ് ഫോർഗീവ്നെസ്, ക്ഷമ. ഈ പാഠങ്ങളാണ് ഹോളി പ്രധാനമായും നമ്മെ പഠിപ്പിക്കുന്നത്. ഹോളി നമ്മെ പ്രേം, ലവ്, ഏകത, യൂണിറ്റി, और क्षमा का पाठ पढ़ाती है. ക്ഷമയുടെ പാഠം കൂടി നമ്മളെ ഹോളി പഠിപ്പിക്കുന്നു. ഇറ്റ് ബ്രിങ്സ് പീപ്പിൾ ടുഗദർ ആൻഡ് സ്പ്രെഡ്സ് ഹാപ്പിനെസ്. ഹോളി ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരികയും സന്തോഷം പകരുകയും ചെയ്യുന്നു. ഹോളി ലോഗോം കോ ഏക് സാത്ത് ലാത്തി ഹേ. ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നു. വഴക്കുള്ളവരൊക്കെ വഴക്ക് മാറി ഒത്തൊരുമിക്കുന്ന ദിവസമാണ് ഹോളി. ഹോളി ലോഗോം കോ ഏക് സാത്ത് ലാത്തി ഹേ അവർ ഖുഷിയാം ഫൈലാത്തി ഹേ. എല്ലായിടത്തും സന്തോഷം പകരുന്നു. ഖുഷിയാം, സന്തോഷം, ഫൈലാത്തി ഹേ, പടർത്തുന്നു, പകരുന്നു. അപ്പം ഇതാണ് ഹോളി എന്ന് പറയുന്നത്, അതിൻ്റെ കഥയും അതിൻ്റെ ആഘോഷവും. അപ്പം ഇത്
സ്കൂൾ കുട്ടികൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ എഴുതാൻ ഉപകരിക്കുക, അല്ലാത്തവർക്ക് ഹിന്ദി പഠിക്കാനും ഇത് പറഞ്ഞ് പഠിക്കുമ്പോൾ നമ്മൾക്ക് പഠിക്കാനും പറ്റും. ഓക്കെ, താങ്ക് യു.